എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ശിവപൂജ, വിഷ്ണു പൂജ, അതുപോലെ തന്നെ മഹാലക്ഷ്മി പൂജ, കുബേര പൂജ, ഗണപതി പൂജ എല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. പൂർണ്ണമായ വിശ്വാസമുള്ളവർ മാത്രം കാണുക. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ, എല്ലാവർക്കും സമ്പത്തുണ്ടാവും, എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ. അതിന് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജൂലൈ 5, 6 ഈ ദിവസങ്ങളിൽ സമ്പത്തിൻ്റെ അഭിഷേകം. ഈ പറയുന്ന നാളുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ ആദ്യം വേണ്ടത് നിങ്ങളുടെ ആത്മവിശ്വാസം. നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിന്ന് കളയുക. എല്ലായ്പ്പോഴും പോസിറ്റീവ് ചിന്തകളുമായി മുന്നോട്ട് പോവുക. തിരുമേനി പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യമുണ്ട്. ഈ ദിവസം നിങ്ങൾ ധരിക്കേണ്ട ഡ്രസ്സ്, ചുമന്ന ഡ്രസ്സ് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റേതായ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പ്രത്യേകിച്ച് സൂര്യൻ്റെ പവർ കൂടുന്ന ദിവസമാണ് ഈ 2 ദിവസങ്ങൾ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആദിത്യൻ്റെ ബലമുള്ളതുകൊണ്ട് ഈ പറയുന്ന നാളുകാർക്ക് സമ്പത്തിൻ്റെ അഭിഷേകം വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അർച്ചന കഴിക്കാനും നിങ്ങൾക്കതിലൂടെ ഐശ്വര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കുടുംബാർച്ചന എല്ലാ നാളുകാരും ഈ ദിവസം കഴിക്കണം. അതിൻ്റേതായ ഐശ്വര്യം ഈ പറയുന്ന നാളുകാർക്ക് ഉണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട നാളുകാരാണ് നമ്മൾ പറയുന്നത് അശ്വതി. അശ്വതിക്ക് എന്തുകൊണ്ടും സമ്പത്തിൻ്റെ അഭിഷേകമാണ് ഈ ദിവസം. അതുകൊണ്ട് പൂരം, മകം എന്നീ നാളുകാർക്ക് പുതിയ വീടുകൾ വാങ്ങിക്കാനുള്ള എല്ലാ സാധ്യതയും കാണും. അതുപോലെ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാർക്ക് പുതിയ വീടും വാഹനങ്ങളും എല്ലാം സ്വന്തമാക്കാനുള്ള എല്ലാ സാധ്യതയും കാണും. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യവും ഈ നാളുകാർക്ക് കാണും. അടുത്തത് പുണർന്നമാണ്. പുണർന്നത്തിനും വളരെയധികം ഐശ്വര്യമുള്ള ദിവസം. സമ്പത്തിൻ്റെ അഭിഷേകമാണ് ഈ ദിവസം. അടുത്തത് മൂലമാണ്. മൂലത്തിനും തൃക്കേട്ടയ്ക്കും വളരെയധികം സാമ്പത്തിക ഉയർച്ചയുണ്ടാകുന്ന ഈ ദിവസങ്ങളിൽ ഇവർ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ദിവസമാണ്. അടുത്ത പൂരാടമാണ്. പൂരാടത്തിന് വളരെയധികം ഐശ്വര്യമുള്ള ദിവസം. സമ്പത്തിൻ്റെ ഒഴുക്കാണ് ഈ ദിവസം ഈ നാളുകാരെ തേടിയെത്തുന്നത്. എല്ലാം കൊണ്ടും വളരെയധികം സാമ്പത്തിക ഉയർച്ചയും ഇതുവരെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇവർക്ക് മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഈ പറയുന്ന നാളുകാരെല്ലാം ക്ഷേത്ര ദർശനം നടത്തുക, കുടുംബാർച്ചന കഴിക്കുക. അതുപോലെ തന്നെ നാഗരാജ ക്ഷേത്രത്തിൽ ഒരു മഞ്ഞപ്പൊടിയെങ്കിലും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരിഹാര മാർഗമായി ഇത് നൽകുക. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എല്ലാവർക്കും സാമ്പത്തികമായി ഉയർച്ച വരാൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. ഈ പറയുന്ന നാളുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ആയില്യത്തിനും 50% സാധ്യതയുണ്ട്. കമൻറ്റ് ബോക്സിൽ പേരും നാളും ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജ്യോതിഷത്തിന് ജാതിയോ മതമോ ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും പേരിടാം, നാളിടാം. നിങ്ങൾക്കെല്ലാവരും കമൻറ്റ് ബോക്സിൽ പേരിട്ട് ഐശ്വര്യങ്ങൾ വന്നു ചേരട്ടെ. നന്ദി, നമസ്കാരം.